പറയുകയാണ് നടി മിനു മുനീർ. മുകേഷ്, ജയസൂര്യ, മണിയൻ പിള്ള രാജു, ഇടവേള ബാബു എന്നിവരിൽ നിന്ന് തനിക്ക് നേരിടേണ്ടി വന്നത് വലിയ ദുരനുഭവം തനിക്ക് ഉണ്ടായി എന്ന് നടി മിനു മുനീർ പറയുന്ന സാഹചര്യം. കൂടുതൽ നടന്മാർക്കെതിരെ ഇപ്പോൾ ഇത് ആരോപണം വരികയാണ്. കൂടുതൽ നടിമാർ രംഗത്ത് വരുന്നു. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം കൂടുതൽ പേരുകൾ സിനിമാ മേഖലയിൽ നമ്മൾ ഓരോരുത്തരും നോക്കി കൈയടിച്ച, തിയേറ്ററിൽ നിന്ന് ആർപ്പ് വിളിച്ച ആ നടന്മാരുടെ യഥാർത്ഥ മുഖം എന്താണ് എന്നത് തെളിയിക്കുന്ന മണിക്കൂറുകളാണ് മുന്നോട്ട് വരുന്നത്. ഓരോ നിമിഷവും ഓരോ നടന്മാരുടെ പേരുകൾ ഓരോ നടിമാർ പറയുന്നു. ഞങ്ങൾക്കുണ്ടായ ദുരനുഭവം വിളിച്ചു പറയുന്നു. ഇപ്പോൾ ഇതാ മുകേഷ്, കഴിഞ്ഞ ദിവസവും മുകേഷിനെതിരെ വലിയ ആരോപണം വന്നിരുന്നു. ഇപ്പോൾ നടി മിനു മുനീർ കൂടി മുകേഷിനെ പറയുന്നു. മുകേഷിൽ തനിക്ക് ദുരനുഭവം ഉണ്ടായി എന്ന് പറയുന്നു. ഏറ്റവും പ്രധാനമായി മുകേഷിന്റെ പേര് വരുമ്പോൾ വീണ്ടും സർക്കാർ പ്രതിരോധത്തിലാവുകയാണ്. ഇന്നലെ രഞ്ജിത്തിന്റെ പേര് വന്നപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് സർക്കാർ പോയെങ്കിലും അവസാനം രഞ്ജിത്ത് രാജിവെച്ചതോടുകൂടി ആ ഒരു ചെറിയ തലവേദനയിൽ നിന്ന് സർക്കാർ ഒഴിഞ്ഞ സാഹചര്യത്തിലാണ് വീണ്ടും മുകേഷിനെതിരെ വീണ്ടും ആരോപണം വന്നിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഏറ്റവും പ്രധാനമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് സിനിമാ മേഖലയിൽ ഉന്നതരടക്കം ചോദിച്ച ചോദ്യം തെളിവില്ല, ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നു, ഇതിലെവിടെ മൊഴിയെവിടെ, ആരെങ്കിലും പരാതി ഉന്നയിച്ചോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ പരാതി നൽകുമെന്ന് പറയുകയാണ് നടി മിനു മുനീർ. പോലീസിനെ കാണും, പോലീസിന് പരാതി നൽകുമെന്ന് പറയുന്നു. പ്രത്യേക അന്വേഷണ സംഘം നാളെ യോഗം ചേരാനുള്ള അതേ സാഹചര്യത്തിൽ ഇപ്പോൾ നടി മിനു മുനീർ വന്നിരിക്കുന്നു. ഒരു മിനു മുനീറിൽ അവസാനിക്കുന്നില്ല, ഒരു ശ്രീലേഖ മിത്രയിൽ അവസാനിക്കില്ല, ഒരു ഈ പരാതി ഇനി മുന്നോട്ട് നീളുകയുള്ളൂ. ഒരുപാട് പേരുകൾ പുറത്തു വരും. സിനിമാ മേഖലയിലെ ഉന്നതരുടെ മുഖംമൂടി അഴിഞ്ഞു വീഴും എന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ മുകേഷിൽ നിന്ന്, ജയസൂര്യയിൽ നിന്ന്, മണിയൻ പിള്ള രാജുവിൽ നിന്ന്, ഇടവേള ബാബുവിൽ നിന്ന് അവസാനിക്കില്ല പേരുകൾ, സിദ്ദിഖിൽ നിന്ന് അവസാനിക്കില്ല. അത്രമാത്രം ഉണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൃത്യമായി പറയുന്നുണ്ട്. സിനിമാ മേഖലയിലെ നടന്മാർ മാത്രമല്ല, അല്ലെങ്കിൽ സംവിധായകർ മാത്രമല്ല, പ്രൊഡക്ഷൻ കൺട്രോളർമാർ മാത്രമല്ല, അങ്ങനെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട പലരും അല്ലെങ്കിൽ ഒരു നടന്മാരിൽ അവസാനിക്കില്ല എന്ന് പറയുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അത് തന്നെയാണ് ഇപ്പോൾ നടി മിനു മുനീറിന്റെ വെളിപ്പെടുത്തലിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ നടന്മാർക്കപ്പുറം 2 പ്രൊഡക്ഷൻ കൺട്രോളർമാർ തന്നെ മോശമായി തന്നോട് അപ്രോച്ച് ചെയ്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അങ്ങനെയാണെങ്കിൽ അടിമുടി ഒരു മാറ്റം സിനിമാ മേഖലയിൽ ഉണ്ടായേ തീരൂ, അല്ലെങ്കിൽ പൂർണ്ണമായും പല വെളിപ്പെടുത്തലുകളും ഇനി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ബലത്തിൽ പുറത്തു വരുമെന്ന് മനസ്സിലാക്കുന്നു. തുടരുന്നുണ്ട് ഹരികൃഷ്ണൻ ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഹരി, ഏറെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ എന്ന് തന്നെ പറയേണ്ടി വരും. ഇനിയും ഇത് അവസാനിക്കില്ല, ഈ മിനി മുനീറിൽ നിന്ന് അവസാനിക്കില്ല. ഇനിയും വെളിപ്പെടുത്തലുകൾ വരും മണിക്കൂറിൽ വന്നുകൊണ്ടേയിരിക്കുമല്ലേ? ഭവ്യ, കൂടുതൽ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ജയസൂര്യ ആയിക്കോട്ടെ, മുകേഷ് ആയിക്കോട്ടെ, ഇവർ രണ്ടുപേരും എങ്ങനെയാണ്, ഏത് സെറ്റിൽ വെച്ചാണ് എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ ദേ ഇങ്ങോട്ട് നോക്കി എന്ന ബാലചന്ദ്ര മേനോന്റെ സംവിധാനത്തിൽ റിലീസ് ചെയ്ത സിനിമ ദേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമ സെറ്റിൽ വെച്ചാണ് ജയസൂര്യ തന്നോട് മോശമായി പെരുമാറിയതെന്ന് മിനു മുനീർ പറയുന്നു. ആ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ജയസൂര്യ തന്നോട് മോശമായി പെരുമാറിയതെന്ന് മിനു മുനീർ പറയുന്നു. അതോടൊപ്പം തന്നെ കലണ്ടർ എന്ന സിനിമ പൃഥ്വിരാജ് നായകനായി എത്തിയ സിനിമയാണ്. സജി നന്ദിയായിട്ടാണ് നിർമ്മാതാവ്. ആ സിനിമ സെറ്റിൽ വെച്ചാണ് മുകേഷ് തന്നെ ശാരീരികമായി ഉപദ്രവിച്ചതെന്നും മിനു മുനീർ പറയുന്നു. ഇതേ ഇങ്ങോട്ട് നോക്കിയ സെറ്റിൽ വെച്ചും ജയസൂര്യയും ശാരീരികമായി തന്നെ ഉപദ്രവിച്ചു എന്ന് മിനു മുനീർ പറയുന്നു. അതോടൊപ്പം തന്നെ എതിർത്ത് കഴിഞ്ഞതിന് ശേഷം അമ്മയുടെ അംഗത്വം സഹായിച്ചാൽ ഗുണമുണ്ടാകുമെന്നാണ് ജയസൂര്യ പറഞ്ഞിരുന്നത് എന്നുള്ളതാണ്. അതായത് തന്നോടൊപ്പം സഹകരിച്ചാൽ, പ്രത്യേകിച്ച് സഹകരിച്ചിരുന്നാൽ അമ്മയുടെ അംഗത്വത്തിന് സഹായിച്ചാൽ അത് ഗുണകരമാകുമെന്ന് പറയേണ്ടി വരുന്നു. ഈ ഒരു അവസ്ഥ പ്രത്യേകിച്ച് ജയസൂര്യ പോലൊരു, നമ്മൾ കൈയടിച്ച് നമ്മൾ ഓരോ സിനിമകളിലും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കാത്തിരുന്ന് സിനിമ അഗ്രപാളിയിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ചലനങ്ങൾ സൃഷ്ടിച്ച ജയസൂര്യ സിനിമാ സെറ്റുകളിൽ പ്രത്യേകിച്ച് ഒരു താരത്തിനെതിരെ പറഞ്ഞ വാക്കുകളാണിത്. തന്നെ ശാരീരികമായി ഉപദ്രവിച്ചു എന്ന് മിനു മുനീർ വീണ്ടും എടുത്തു സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ മുകേഷ് കലണ്ടർ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് തന്നെ ശാരീരികമായി ഉപദ്രവിച്ചു എന്ന് പറയുന്നു. എതിർത്തതോടെ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു. പല താരങ്ങളും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നൊരു കാര്യം മിനു മുനീറും പറയുന്നു. ഈ സംഭവം
പൂർവ്വവും എതിർത്തതോടെ തന്റെ അവസരങ്ങളൊക്കെ തന്നെ നിഷേധിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം. അത് തന്നെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലും മിനു മുനീർ സൂചിപ്പിക്കുന്നത്. ഇത് കാരണം മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ മാറി ചെന്നൈയിലേക്ക് മാറി താമസിക്കേണ്ട ഒരു അവസ്ഥ തന്നെ തനിക്ക് വന്നിരുന്നു എന്ന് മിനു മുനീർ പറയുകയാണ്. അതിനാക്കം കൂട്ടുന്ന രീതിയിൽ താരങ്ങളുടെ പേരുകൾ ഉൾപ്പെടെ, താരങ്ങൾ എന്ന് പോലും ഞാൻ വിളിക്കുന്നില്ല, ഈ സിനിമാ പ്രവർത്തകരുടെയൊക്കെ പേര് തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് മിനു മുനീർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു അത് ഏതൊക്കെ സെറ്റിൽ വെച്ചാണ് സംഭവിച്ചതെന്നും പറയുന്നു. ഇവർ ഏതൊക്കെ രീതിയിലാണ് തന്നോട് മോശമായി പെരുമാറിയതെന്നും പറയുകയാണ്. അതോടൊപ്പം അമ്മയുടെ അംഗത്വം അപേക്ഷ മുകേഷ് ഇടപെട്ട് തള്ളിച്ചു എന്നും കൂടി മിനു മുനീർ സൂചിപ്പിക്കുകയാണ്. ഈ ആവശ്യങ്ങൾക്കൊക്കെ തന്നെ മിനു മുനീർ എതിർത്തത് കൊണ്ട് അമ്മയുടെ അംഗത്വം തന്നെ മുകേഷ് തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയും കൂടി വരികയാണ്. ഇതെല്ലാം തന്നെ മിനു മുനീർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ പ്രധാനപ്പെട്ട താരങ്ങൾ ബബി സൂചിപ്പിച്ചതുപോലെ മുകേഷിനെതിരെ നേരത്തെയും ഒരു ആരോപണം ഉണ്ടായിരുന്നതാണ്. രാഷ്ട്രീയപരമായും തന്നെ ഇത് സംസാരിക്കപ്പെടും. മാത്രമല്ല സിനിമാ സെറ്റുകളിൽ നടക്കുന്നത് ഇതൊക്കെ വർഷങ്ങളായി നടക്കുന്ന ഒരു കാര്യങ്ങളാണ് എന്നത് കൂടി എടുത്തു സൂചിപ്പിക്കേണ്ടതാണ്. ഈ സംഭവങ്ങളൊന്നും തന്നെ മലയാളി പ്രേക്ഷകർ അറിഞ്ഞിരുന്നില്ല. അതിനുശേഷം ഇവരുടെ സിനിമകൾ വന്നു, വീണ്ടും കൈയടിച്ചുകൊണ്ടേയിരുന്നു. ഇവർ ഈ പ്രവർത്തികൾ വീണ്ടും സിനിമാ സെറ്റുകളിൽ തുടർന്നുകൊണ്ടേയിരുന്നു. ഇപ്പോൾ മിനു മുനീറിന്റെയും കൂടി വെളിപ്പെടുത്തൽ വന്നതോടെ നേരത്തെ ഈ താരങ്ങളിൽ ചില താരങ്ങൾ ഉൾപ്പെടെ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതുപോലുള്ള ആരോപണങ്ങൾ വന്നിരുന്നതാണ്. അത് വീണ്ടും ആരോപണങ്ങൾ ശക്തമാകുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ മാറുന്നുമുണ്ട്. ഓരോ സിനിമാ സെറ്റുകളിൽ നടക്കുന്ന കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ എതിർത്തത് കൊണ്ട് അമ്മയിൽ അംഗത്വം തന്നെ നിഷേധിക്കപ്പെട്ടു. മുകേഷ് ഇടപെട്ട് നിഷേധിച്ചുവെന്നും മിനു മുനീർ പറയുന്നു. ഇതൊക്കെ ഏത് നാട്ടിൽ നടക്കുന്നതാണെന്നും കൂടെ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. സിനിമാ സെറ്റുകളിൽ പ്രത്യേകിച്ച് താരങ്ങളുടെ സിനിമാ പ്രവർത്തകർ, താരങ്ങളല്ല സിനിമാ പ്രവർത്തകരൊക്കെ തന്നെ ഇവർ കാണിക്കുന്ന ഈ നെറികേടുകളൊക്കെ തന്നെ ഓരോ ദിവസങ്ങളായിട്ട് തന്നെ ഇതൊക്കെ അനുഭവിച്ചവർ പുറത്തു കൊണ്ടുവരികയാണ്. ഇതിനെല്ലാം ശക്തമായ നിയമ നടപടി വേണമെന്ന് തന്നെയാണ് മിനു മുനീറും ആവശ്യപ്പെടുന്നത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ജയസൂര്യ ശാരീരികമായി തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് ദേ ഇങ്ങോട്ട് നോക്കി എന്ന ബാലചന്ദ്രമേനോന്റെ ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചാണ്. അതോടൊപ്പം തന്നെ മുകേഷ് കടന്നു പിടിക്കാൻ ശ്രമിച്ചതും കലണ്ടർ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച്. സജി നന്ദ്യാട്ടാണ് നിർമ്മാതാവ്, പൃഥ്വിരാജാണ് ചിത്രത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ ഇടവേള ബാബു, മണിയമ്പിള്ള രാജു, അഡ്വക്കേറ്റ് ചന്ദ്രശേഖർ, 2 പ്രൊഡക്ഷൻ കൺട്രോളർമാരായ നോബിൾ, വിച്ചു, ഇവർക്കെതിരെയും മിനു മുനീർ ഈ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ശക്തമായ ആരോപണം. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി തന്നെയാണ് മിനു മുനീർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഓരോ ദിവസങ്ങളും ഓരോ പേരുകൾ പുറത്തു വരുമ്പോഴേക്കും ആരോപണങ്ങൾ ശക്തിപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സോണിയ മൽഹാർ, ഒരു യുവനടൻ തന്നെ 2014-13 കാലഘട്ടത്തിൽ തന്നെ ശാരീരികമായി കടന്നു പിടിക്കാൻ ശ്രമിച്ചു എന്നുള്ളതും പറഞ്ഞിരുന്നു. ആ യുവനടൻ ജയസൂര്യയാണോ എന്നുള്ള സംശയങ്ങൾ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നതാണ്. ഇത്തവണ മിനു മുനീർ ജയസൂര്യ എന്ന പേര് തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുകയാണ്. ഓരോ ദിവസവും വരുന്ന പേരുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. സിനിമാ സെറ്റുകളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ പ്രേക്ഷകർക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യമാണ്. സിനിമകളിൽ നമ്മൾ ഓരോ താരങ്ങളെ, ഈ പേരുകൾ ഉൾപ്പെടെയുള്ള താരങ്ങൾ ആ ഒരു വലിയ 70mm സ്ക്രീനിൽ കാണിക്കുമ്പോഴേക്കും എഴുന്നേറ്റ് നിന്ന് ടിക്കറ്റ് കയറി കൈയടിച്ച പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇവരുടെ യഥാർത്ഥ സ്വഭാവം തനിക്കോണം കാണേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട് എന്നുള്ളതും കൂടി എടുത്ത് പറയേണ്ടതാണ്. മിനു മുനീറിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഉൾപ്പെടെ പല താരങ്ങളും ഉൾപ്പെടെയുള്ളവർ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു സമയത്ത് ഈ താരങ്ങളൊക്കെ നമ്മൾ ഈ എടുത്ത് സൂചിപ്പിക്കുന്ന ഈ പ്രധാനപ്പെട്ട പേരുകളൊക്കെ തന്നെ സിനിമയിൽ എന്തും ചെയ്യും. ഈ പ്രത്യേകിച്ച് ഈ അമ്മയുടെ അംഗത്വം തന്നെ തള്ളിക്കളയാൻ മുകേഷ് ഇടപെട്ടു. അതുകൊണ്ട് തന്നെ തനിക്ക് സിനിമകളിൽ നിന്ന് അവസരങ്ങൾ നിഷേധിച്ചു. ഇതെല്ലാം എതിർത്തത് എന്നതിന്റെ പേരിൽ ഒരു വനിതാ താരത്തിന് സംഭവിച്ച കാര്യങ്ങൾ, മിനു മുനീറിന് സംഭവിച്ച കാര്യങ്ങളൊക്കെ തന്നെ വരും ദിവസങ്ങളിലും പേരുകൾ കൂടുതലായി വന്നാൽ അതിൽ ഞെട്ടാനില്ല ഭവ്യ. ഇത് വീണ്ടും തുടരാനുള്ള ഒരു സാഹചര്യമുണ്ട്.